അഡ്വക്കേറ്റ് സേനാപതി വേണു, നേരത്തെ ശ്രീ പത്മനാഭൻ ചേട്ടൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സ്വബോധമുള്ള പോലീസുകാർ ഇങ്ങനെ ചെയ്യില്ല. അവരുടെ പ്രവൃത്തിയൊന്ന് ദൃശ്യങ്ങളിലൂടെ അവരുടെ ഇടപെടലൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇൻടോക്സിക്കേറ്റഡ് ആയിരിക്കാം, ഐദർ ബൈ ലിക്കർ ഓർ ബൈ ഡ്രഗ്സ്. അതിനുള്ള സാധ്യത തന്നെയല്ലേ ഉള്ളത്? ഞാൻ നമ്പ്യാരെ ഇതിനെ കുറച്ചുകൂടി ഒരു ഭയാനകമായിട്ട് കാണുക. മറ്റൊന്നുമല്ല, ഇപ്പോ എന്താ ഒരു വീട്ടമ്മയും അവരുടെ ഭർത്താവും പറയുന്നത് നമ്മൾ കേട്ടു. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ ഹസ്കർ എത്ര ലാഘവത്തോടെയാണ് ഇത് പറഞ്ഞത്. ഇപ്പൊ ഹസ്കർ ആണ് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട വഴി വന്ന് വഴി സൈഡിൽ ഇറങ്ങി നിന്ന് മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ, അല്ലെങ്കിൽ ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാൻ നിൽക്കുന്നത് എന്ന് വിചാരിക്കുക, സപ്പോസ്. ഇനി രാംകുമാർ സാറ്, മുതിർന്ന അഭിഭാഷകൻ, ഒരാവശ്യത്തിന് വഴി സൈഡിൽ നിൽക്കുന്നു. അല്ലെങ്കിൽ ശ്രീപത്മനാഭൻ സാറ്, ഞാൻ നാളെ നിൽക്കാം, അനിൽ നമ്പ്യാർ നാളെ നിൽക്കാം. അപ്പൊ ഇന്നലെ ആ വീട്ടമ്മമാര് നിന്നടുത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ നമ്മുടെ തലക്കിട്ട് അടി കിട്ടിയല്ലേ അനിൽ നമ്പ്യാര്? കാരണം ഇപ്പൊ എന്റെ മുഖത്ത് ഇപ്പൊ ഞാൻ സേനാപതി വേണു എന്നും പറഞ്ഞ ആം ആദ്മി പാർട്ടിക്കാരൻ വെക്കുന്ന ഒരു തൊപ്പിയും വെച്ച് നമുക്ക് നടക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ മുതിർന്ന അഭിഭാഷകൻ രാംകുമാർ സാറ് ഹൈക്കോടതി സീനിയർ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? വഴിയിൽ കാണുന്നവനെ അങ്ങ് പോലീസ് വന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ അതാ ഹസ്കർ പറഞ്ഞതിന്റെ ആ ഒരു ന്യായീകരണം. പോലീസിന്റെ കൊളോണിയൽ സ്വഭാവം അല്ല ഹസ്കറെ, ഇത് ചെന്താമരയുടെ മാനസികാവസ്ഥയുള്ള പോലീസുകാരാണ് അവരാ. ഇപ്പൊ എന്റെ ചോദ്യം ഇതാണ്, നാളെ ഇപ്പോ ഈ വീട്ടമ്മയും അവരുടെ ഭർത്താവും അല്ലാതെ നമ്മൾ ആരെങ്കിലും ആയിരുന്നു ഈ സ്ഥലത്ത് എന്തെങ്കിലും ആവശ്യത്തിന് പോയവർ നിന്നതെങ്കിൽ നമുക്കിട്ടും കിട്ടൂലോ അടി? സംശയമുണ്ടോ ആ കാര്യത്തിന്? കാരണം വരുന്നവൻ ഇറങ്ങുന്നത് വഴിയിൽ കണ്ണവന്റെ തലക്കിട്ട് അങ്ങ് അടിക്കുകയാണ്. അപ്പോ ഇത് ശ്രീപത്മനാഭൻ സാറ് പറഞ്ഞ പോലെ പോലീസ് സേനയ്ക്ക് സംഭവിച്ചിരിക്കുന്ന എന്തോ ഒരു ദുരന്തത്തിന്റെ പരിണിത ഫലമാണ്. ഞാൻ മിനിഞ്ഞാന്നാളത്തെ ശ്യാം പ്രസാദിന്റെ സംഭവത്തിന് ശേഷം മനോരമ എഴുതിയ മുഖപ്രസംഗം, ആ ചവിട്ട് കേരളത്തിന്റെ നെഞ്ചിനിട്ട് കിട്ടിയ ചവിട്ട് എന്നാണ്. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചവിട്ടേറ്റ് മരിക്കുന്നു എന്നുള്ളത് അത്യന്തം ദുഃഖകരമായ ഒരു കാര്യവും അത് ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യവുമാണ്. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കേരളത്തിലെ പൊതുസമൂഹവും പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ പോലീസുകാർക്കൊപ്പം നിൽക്കുക, ഒരു സംശയവുമില്ല. നമ്മൾ കണ്ടു പെരുമ്പാവൂരിൽ, എറണാകുളത്ത് 6 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ് കരഞ്ഞ് നിലവിളിക്കുമ്പോൾ അവർക്ക് മുലയൂട്ടുന്ന പോലീസുകാരി അമ്മയെ നമ്മളെല്ലാവരും പ്രകീർത്തിച്ചതല്ലേ, നമ്മളെല്ലാവരും ചർച്ചയിൽ. ആ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? പക്ഷെ ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോലീസ് സേനയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇവിടെ ചെയ്തത്? ഇവിടെ ഞാൻ ചോദിക്കുന്ന, ഇനിയിപ്പോ ഒരു ബഹളം നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരികയാണെങ്കിൽ ഇറങ്ങുന്ന വഴി അവർ ലാത്തിചാർജ് ചെയ്യണം. അത് ഇപ്പൊ എന്നേക്കാൾ എത്രയോ പരിണിതപ്രജ്ഞരായ 2 അഭിഭാഷകരാരുണ്ട് ഇരിക്കുന്നത്. പോലീസ് ആക്ടും പോലീസ് മാനുവലും CRPC, നമ്മൾ നിയമവാഴ്ച നിൽക്കുന്ന ഒരു നാട്ടിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പഴയ എന്താ പറഞ്ഞ ചില തെലുങ്ക് ചിത്രങ്ങൾ, ബാബു ആന്റണി ചിത്രങ്ങളിൽ കാണുന്ന പോലെ ലാത്തിയുമായിട്ട് ഇറങ്ങി ആളുകളെ അടിക്കാൻ ആരാണ് ഇവർക്ക് അവകാശം കൊടുത്തിട്ടുള്ളത്? അത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ. ഇവിടെ ഇയാളെ ഈ സസ്പെൻഷനോ അല്ലെങ്കിൽ ഇയാൾക്കെതിരെ നടപടിയോ അല്ല വേണ്ടത്. ഇയാൾ ചെയ്തിരിക്കുന്ന കുറ്റം എന്ന് പറയുന്നത് അത് പഴയ IPC പ്രകാരം 307 തലക്കടിച്ച ഒരാളെ കൊല്ലാനുള്ള ശ്രമമാണ്. ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ഓഫ് മർഡർ. അത് 307 വകുപ്പ് പ്രകാരം ഇയാൾക്കെതിരെ കേസെടുക്കണം. ഇനി അത് 307 സസ്റ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ 308 എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. ഇപ്പോ അത് BNS വന്നു കഴിഞ്ഞപ്പോൾ 109ഉം 110ഉമായി മാറി. ഇനി അതോടൊപ്പം തന്നെ ഗൗരവമായ മറ്റൊന്നാണ് ഒരാളുടെ കൈ തല്ലിയൊടിക്കുക. മാരകമായി ഒരാളുടെ കൈ തല്ലിയൊടിക്കുക എന്നുള്ളത് പഴയ 326, ഇപ്പൊ 118(2). ഇതൊക്കെ 7 വർഷം മുതൽ അതിന് മുകളിലേക്കോ അതിനടുത്തോ പണിഷ്മെന്റ് കിട്ടാവുന്ന ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ്. അപ്പൊ പോലീസ് അടിയന്തരമായിട്ട് ചെയ്യേണ്ട നടപടി എന്ന് പറയുന്നത് ഇയാളെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇയാളെ സ്റ്റേഷനിൽ നിന്ന് വേറെ എങ്ങോട്ട് മാറ്റുകയോ എന്നുള്ളതല്ല. പോലീസ് കൃത്യമായി FIR രജിസ്റ്റർ ചെയ്യണം. ചിലപ്പം ആ സാധുക്കൾക്ക് കൃത്യമായിട്ട് മൊഴിയൊന്നും പറയാൻ പറ്റിയല്ല. ഞങ്ങളുടെ തലക്കിട്ട് അടി കിട്ടിയത് മരണകാരണമാകുമായിരുന്നു എന്ന ആ പാവങ്ങൾക്ക് മൊഴി പറയാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. കാരണം അവർ സാധാരണക്കാരാണ്. അത് കൃത്യമായിട്ട് അതിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യണം, ഇയാളെ റിമാൻഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഇയാളെ അടിയന്തരമായി പോലീസ് സേനയിൽ നിന്ന് റിമൂവ് ചെയ്യണം. അതല്ലാതെ അതിന് വേറെ എക്സ്ക്യൂസോ എക്സ്പ്ലനേഷനോ ഒന്നുമില്ല. ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ, ഇത് ചെന്താമരയുടെ മനസ്സുമായിട്ട് പോലീസ് സേനയിൽ നിൽക്കുന്ന ഇത്തരം ഈ ക്രിമിനലുകൾ ഇപ്പൊ മുമ്പ് ശ്രീപത്മനാഭൻ സാർ പറഞ്ഞപ്പോഴാണ് ഞാനും പത്രത്തിൽ വായിച്ചു, ഒരു +2 വിദ്യാർത്ഥിയെ, ഇതിവിടെ മാത്രമല്ല മലപ്പുറത്ത് ഒരു +2 വിദ്യാർത്ഥിയെ പോലീസ് ജീപ്പിനകത്തേക്ക് തലയിട്ട് ഇൻസ്പെക്ടർ അവന്റെ മുതുകത്ത് ഇടിക്കുന്നത് ആ കുഞ്ഞ് നിലവിളിച്ചുകൊണ്ട് പിറ്റേ ദിവസം അപ്പൊ DYSP അന്വേഷണം നടത്തി. കുഴപ്പമൊന്നുമില്ലെന്നേ, അത് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തതാ. എന്താണ് അനിലെ പോലീസിന് ഇതൊക്കെ ചെയ്യാനുള്ള ഒരു പ്രേരണ?
ഇവിടെ ബഹുമാന്യായ രാംകുമാർ സാർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ, ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഞാൻ അദ്ദേഹം പറഞ്ഞതിന്റെ ഒരു തുടർച്ച എന്നതിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. 78-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ആദ്യം നിയമസഭയിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയന്റെ കയ്യിൽ ഒരു പൊതിയുണ്ട്. ആ പൊതി അഴിച്ച് അദ്ദേഹം നിയമസഭയെ കാണിക്കുക ചോര പുരണ്ട ഒരു ഷർട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, പുലിക്കോടൻ നാരായണന്റെ നേതൃത്വത്തിൽ എന്നെ ലോക്കപ്പിൽ മർദ്ദിച്ചപ്പോ ആ മർദ്ദനത്തിൽ എന്റെ ശരീരത്തിൽ നിന്ന് ഇറ്റുവീണ ചോരയാണ്. ഷർട്ട് ഊരണമെന്ന് പറഞ്ഞ് ഞാൻ ഊരിയില്ല. പോലീസ് എന്നെ മൃഗീയമായിട്ട് വർദ്ധിച്ചു. പിണറായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ആദ്യത്തെ ആഴ്ചയിൽ മനോരമ ഒരു സപ്ലിമെന്റ് ഇറക്കി. ആ സപ്ലിമെന്റിന്റെ തലക്കെട്ട് മിന്നൽ പിണറായി എന്നാണ്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, എന്താ പറഞ്ഞിരിക്കുന്നത്, ഞാൻ അല്പം കൂനിയാണ് നടക്കുന്നത്. അപ്പൊ ലേഖകൻ പറഞ്ഞിരിക്കുന്നത് ആ കൂനിന്റെ കാരണം പുലിക്കോടൻ നാരായണൻ അദ്ദേഹത്തെ മുട്ടുകാലിനിടയിൽ വെച്ച് നട്ടലിന് ഇടിച്ചതാണ്. അന്ന് ഇടിച്ചിട്ടുള്ള ക്ഷതത്തിൽ നിന്നാണ് അദ്ദേഹം ഒരു ചെറിയ രീതിയിൽ കൂനിൽ നടക്കുന്നത്. അതല്ലാതെ വിനയം കൊണ്ടോ അല്ലെങ്കിൽ ലാളിത്യം കൊണ്ടോ നടക്കുന്നതല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ പോലീസ് മർദ്ദനത്തിന്റെ കഥ നിയമസഭയ്ക്കകത്ത്, നിയമസഭ സ്തംഭിച്ചു നിൽക്കുന്ന ഒരു ഘട്ടമാണ്. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും അതിനുശേഷം വന്ന മുഖ്യമന്ത്രിയും ഒക്കെ ആയിട്ടിരിക്കുന്ന ഘട്ടത്തിൽ. അപ്പോ ഈ പോലീസ് മർദ്ദനത്തിന്റെ കഥകൾ കഴിഞ്ഞ 45 കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ ഭരിക്കുന്ന ഒരു നാട്ടിൽ ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെയാ ഇതിന് ഒരു ധൈര്യമുണ്ടായത്? ആ ധൈര്യം മറ്റൊന്നുമല്ല, KSUവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ ജുവൽ കുര്യാക്കോസും MD തോമസും അവര് ആലപ്പുഴയിൽ കരിങ്കൊടി കാണിച്ചപ്പോ മുഖ്യമന്ത്രിയുടെ ഗൺമാനായിട്ട് നടക്കുന്ന ആള് 6 അടി ഉയരമുള്ള ഇരുമ്പ് ദണ്ടുമായിട്ട് വന്ന് അയാൾ സഫാരി സ്യൂട്ടിൽ ചാടി ഇറങ്ങി ഈ ചെറുപ്പക്കാരുടെ തലയിലേക്ക് നടത്തുന്ന ആ പ്രഹരം അത് കേരളം കണ്ടതല്ലേ? അത് എന്ത് നടപടിയാണ് എന്നിട്ട് സ്വീകരിച്ചത്? എന്നിട്ട് അവരെ ന്യായീകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർക്കറിയാം, ഞങ്ങൾ എന്ത് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താലും ഞങ്ങൾക്ക് സംരക്ഷണമുണ്ട്. ഞാന് നമ്പ്യാരെ ഈ ഒരു അടി അത് കൂത്താട്ടുകുളത്തെ പോലീസ്, ഒരു മിനിറ്റ്, അത് കൂത്താട്ടുകുളത്തെ പോലീസ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ തലയിൽ കൊടുത്തിരുന്നെങ്കിൽ കലാരാജു എന്ന് പറയുന്ന ഒരു സാധു സ്ത്രീ ഇന്ന് അവർക്ക് ചികിത്സയ്ക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. അവരെ തട്ടിക്കൊണ്ടു പോവുക. മൂവാറ്റുപുഴ DYSP ബിനുവിന്റെ സാന്നിധ്യത്തിൽ അവർ 50ഓളം പോലീസുകാർ നിൽക്കുമ്പോ ഹൈക്കോടതിയുടെ ഉത്തരവാ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അവരെ തട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അനങ്ങുന്നില്ല. എങ്ങോട്ടാണ് സാർ കേരളം പോകുന്നത്? പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു, വല്ലാതെ രാഷ്ട്രീയവൽക്കരിച്ചിരുന്നു. ഒരു കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തതല്ലേ? CPM-ന്റെ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആള് ഇപ്പോൾ MLA സഖാവ് V ജോയി ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് SIയെ ക്ലിപ്പിട്ട് പിടിക്കുന്നു, കഴുത്തിന് ോട്ട് നിർത്തുക. ഒരു കേസും നടപടി ഉണ്ടായിട്ടില്ലല്ലോ. ഇവിടെ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ക്രിമിനലുകൾ കഴിഞ്ഞാടാനും ആ ക്രിമിനലുകൾക്കുള്ള സഹായവും പോലീസ് ചെയ്തു കൊടുക്കുന്നു. ക്രിമിനലുകളെ അല്ല പോലീസ് അടിച്ചോടിക്കുന്നത്, ക്രിമിനലുകളെ അല്ല നേരിടുന്നത്, പാവപ്പെട്ട ആളുകളെ തല്ലിച്ചതയ്ക്കുന്നു, ക്രിമിനലുകൾ സ്വച്ഛന്തം വിഹരിക്കുന്നു. അതുകൊണ്ടാണ് ചെന്താമര വീണ്ടും ആളെ കൊല്ലാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ കൂത്താട്ടുകുളത്ത് പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഒരു ദലിത് സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബാലരാമപുരത്ത് എന്താ പറഞ്ഞ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ മാതാപിതാക്കളെ തീവെച്ചു കൊന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവൻ മാതാപിതാക്കളെ തീവെച്ചു കൊല്ലുന്ന സ്ഥിതിക്ക് ശേഷം എങ്ങോട്ടാണ് കേരളം പോകുന്നത്? കേരളത്തിൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ, ജോലി ചെയ്യാൻ താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ക്രമസമാധാന നില പാലിക്കാൻ താല്പര്യമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അവർക്ക് സർവീസിൽ നിൽക്കാൻ പറ്റത്തില്ല. 826 പോലീസുകാർ, നമ്പ്യാരെ ഞാൻ ഹസ്കർ കേൾക്കാൻ പറയുകയാണ്, 826 പോലീസ് ഉദ്യോഗസ്ഥർ. അത് സാധാ പോലീസ് അല്ല, CPOയോ കോൺസ്റ്റബിളോ അല്ല, മറിച്ച് ASI മുതൽ SP റാങ്കിൽ വരെയുള്ള 826 പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾക്ക് പ്രിമച്വർ റിട്ടയർമെന്റ് വേണം, ഇതിൽ തുടരാൻ പറ്റില്ല എന്ന് അവർ എഴുതി കൊടുത്തിട്ട് അവർ മാറി നിൽക്കുക. എന്താ കാരണം എന്നറിയോ? ഇതിനകത്ത് നടക്കുന്നത് ഇപ്പൊ പോലീസ് സേനയുടെ പണി പഴയ ഹിറ്റ്ലറുടെ ഗെസ്റ്റപ്പോയുടെ പണി എന്താ? ഹിറ്റ്ലറിന്റെ എതിരാളികളെ മർദ്ദിക്കുക, അവരെ കേസിൽ പെടുത്തുക. അതുപോലെ തന്നെ പഴയ സർ CP രാമസ്വാമി അയ്യരുടെ 5 രൂപ പോലീസ് രാഷ്ട്രീയ എതിരാളികളെ അടിച്ചൊതുക്കാനും അവരെ തല്ലാനുമുള്ള ഉപകരണമാണ് 5 രൂപ പോലീസും ഗെസ്റ്റപ്പോയും. കേരളത്തിലെ പോലീസ് സേനയെ അങ്ങനെയാക്കി മാറ്റിയതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞങ്ങള് സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരോട്, നല്ല പോലീസ് ഉദ്യോഗസ്ഥരോട് വിനയപൂർവ്വം അവരുടെ മുമ്പിൽ കൈകൂപ്പിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഈ പറയുന്ന ജിനുവിനെ പോലുള്ള ആളുകൾ, പണ്ട് തൊടുപുഴയിലിരുന്ന ശ്രീമോനെ പോലുള്ള ആളുകൾ, അത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ, ഇപ്പൊ ജയിലിൽ കിടക്കുന്ന ഷാജിയെ പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, ഞങ്ങൾ അവരെ കുറിച്ചാണ് വിമർശിക്കുന്നത്. അതല്ലാതെ സത്യസന്ധമായി നീതി നടപ്പാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, ഞങ്ങൾ അവരുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നു, അവരെ ഞങ്ങൾ ബഹുമാനിക്കുന്നു. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്കിടയിൽ
മാങ്ങ മോഷ്ടിക്കുന്ന പോലീസുകാരനും മരണവീട്ടിൽ ചെന്ന് സ്വർണം മോഷ്ടിക്കുന്ന പോലീസുകാരനും ഈ രീതിയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഇവിടെ 354 പഴയ വകുപ്പ്, കാരണം സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമം അതുകൂടി PSIക്കെതിരെയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും ചാർജ് ചെയ്യേണ്ട. വഴിയിൽ കാണുന്ന സ്ത്രീകളെ ലാത്തി ഉപയോഗിച്ച് അടിക്കാൻ ആരാണ് സാർ ഇയാൾക്ക് ധൈര്യം കൊടുത്തത്? ഇവിടെ ആ ചെറുപ്പക്കാരൻ ചോദിച്ചല്ലോ, ഇത് കേരളത്തിലാണോ ഇത് സംഭവിക്കുന്നത്? ഇവിടെ മനുഷ്യൻ രോഷം കൊണ്ടില്ലെങ്കിൽ, ഇവർക്കെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, ഇത് പോലീസിനെതിരെയുള്ള പ്രതികരണമല്ല, മറിച്ച് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പ്രതികരണമാണ്. ഈ പുഴുക്കുത്തുകളെ പോലീസ് സേനയിൽ നിന്ന് അടിയന്തരമായി അവരെ മാറ്റണം. ഈ KSUവിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശിരസ് തല്ലി തകർത്തവർ ഉൾപ്പെടെ ഈ ക്രിമിനൽ കേസുകളിൽ പെട്ടിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇനിയും സേനയിൽ തുടർന്നാൽ അത് കേരളത്തിൽ പോലീസിനോടുള്ള ജനങ്ങളുടെ ആ വിശ്വാസം തന്നെ നഷ്ടപ്പെടും എന്ന് മാത്രമല്ല, ആളുകൾ നിയമം കയ്യിലെടുക്കും. തീർച്ചയായും അതാണ് ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്. പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണ്, പോലീസിന് തന്നെ അപമാനമാണ്.